ഹായ്, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ കൊണ്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ബീട്രൂട്ട് ഉപ്പേരി എങ്ങനെയാണ് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. എല്ലാവരും കണ്ടു നോക്കൂ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ഉപ്പേരി, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതാ ബീട്രൂട്ട് വളരെ നൈസായി ചെറുതാക്കി അരിഞ്ഞ ഒരു ബീട്രൂട്ടാണത്. ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഉള്ളി അരിഞ്ഞതാണ്. ഉള്ളി ചെറുതായിട്ടോ സ്ലൈസായിട്ടോ എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ അരിയാം. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് ചതച്ച മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചതച്ച മുളകിൽ ഈ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ കുറച്ച് നാളികേരം. ഇത് നാളികേരത്തിൽ ഇത്തിരി ചതഞ്ഞ പോലെ ഉണ്ട്. അത് രാവിലെ ഞാനിന്ന് കുഴക്കട്ടയ്ക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. വെള്ളമൊക്കെ ഒഴിച്ച് അരയ്ക്കാൻ പോവുമായിരുന്നു. അപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആ നാളികേരം ഫ്രിഡ്ജിൽ വെച്ച് വേസ്റ്റാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ നാളികേരം തന്നെ ഇതിലേക്ക് ഉപ്പേരിയിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നാളികേരം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടി ആദ്യം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതൊരു അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം ഇതിലേക്ക്. അപ്പോഴാണ് ഇതൊക്കെ ഒരു നാടൻ വിഭവമായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓയിലൊന്നും ഒഴിച്ചാൽ അതിന് ഇത്ര ടേസ്റ്റ് കിട്ടില്ല. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കുറേയും കൂടി നമുക്ക് ഓയിലിനേക്കാളൊക്കെ നല്ലത്. എണ്ണ എല്ലാം ഒഴിവാക്കുന്നത് നല്ലതാണ്, പക്ഷെ നമുക്ക് എണ്ണ ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഇങ്ങനത്തെ ഉപ്പേരികളൊക്കെ, നാടൻ ഉപ്പേരികൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ചും കൂടി നല്ലതുമാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചു. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഈ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം ഉള്ളി അതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് നന്നായി ചോക്കട്ടെ, അതുവരെ വറുക്കുക. അതിൻ്റെ ഇടയിൽ ഒന്ന് വറുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വറവ് ഒന്നാകുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല എരി ഉണ്ടാവും. അപ്പം ഞാനിതിൽ 2 മുളകാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എരി വേണ്ടെങ്കിൽ ഒരു മുളക് ഇട്ടാൽ മതി. എരി കൂടുതൽ വേണ്ട ആളുകളാണെങ്കിൽ അവർക്ക് ഒരു മുളകും കൂടി അധികം ഇടാം കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ബീട്രൂട്ട് എടുത്ത് ഇതിലേക്ക് ഇടുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഉള്ളി, ബീട്രൂട്ടും ചതച്ച മുളകും എല്ലാം കൂടി നന്നായി യോജിക്കുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം, ഒന്ന് വേവാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നിറയെ വെള്ളം ഒഴിക്കണ്ട. നന്നായി വേവണമെന്നൊന്നുമില്ല. അപ്പം അതിൻ്റെ ആ ടേസ്റ്റൊക്കെ പോകും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ നാളികേരം എനിക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, മുഴുവൻ വെള്ളം വറ്റിയിട്ടില്ല. ഈ നാളികേരം ഇതിലേക്ക് ഇടുമ്പോൾ ബീട്രൂട്ടിലൊന്നും മുഴുവൻ വെള്ളം വറ്റിയിട്ട് നമ്മൾ ഇടരുത്. ഈ നാളികേരം ബീട്രൂട്ടിൽ കടന്ന് ഒന്ന് യോജിപ്പാവണം. എൻ്റെ പിടിക്കുന്ന സാധനം നമുക്ക് സുഖമായിട്ട് ചെയ്യാം. നാളികേരവും ബീട്രൂട്ടും കൂടി ഇതങ്ങനെ കടന്ന് നാളികേരം അതിൽ കടന്ന് ഒന്ന് വേവണം ഈ ബീട്രൂട്ടിൻ്റെ കൂടെ.
അപ്പോൾ ഈ ഉപ്പേരിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഉണ്ടാക്കില്ലേ, അതിനേക്കാൾ നല്ലതാണ് ചതച്ച മുളകിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മളിതിനെ ഇങ്ങനെ ഒപ്പാക്കി കൊടുക്കുക. ഇത്ര നേരം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അതിനെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചു. ഇനി ഇതിനെ ഇങ്ങനെ ഒപ്പാക്കി വെച്ചു. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാ ഇപ്പോൾ ഉപ്പേരി ആയി. ഞാനിതൊരു പാത്രത്തിലേക്ക് ആക്കി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? ഇതാ ഞാനൊരു സ്പൂൺ എടുത്ത് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് വെന്തിട്ടില്ല, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് വേവിച്ചാൽ ഉപ്പേരിയുടെ ടേസ്റ്റൊക്കെ പോവും. ആ കരിവേപ്പിൻ്റെ മണവും നാളികേരവും ചതച്ച മുളകും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഈ പാത്രം കണ്ടോ, നന്നായിട്ടില്ലേ? മുളയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പോലത്തെ ഒരു പാത്രം, തോണി പോലുള്ളൊരു പാത്രം. ഇനി നമ്മളിതിങ്ങനെ വൃത്തിയായിട്ട് അടച്ചു വയ്ക്കുക. ഇനി കഴിക്കാറാകുമ്പോൾ നമ്മളത് തുറന്ന് നോക്കിയാൽ മതി. ഓക്കെ, ബൈ ബൈ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണാം.